ഫാസിലിന്റെ ഭാര്യ ഫാസിലാണ് ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫാസിലിന്റെ ഭാര്യയുടെ പേര് എഴുതാം. എന്താണ് പേര്? ഷാഹിദ. ഷാഹിദ ഫാസിൽ അല്ലേ? പിന്നെ അടുത്തത് തങ്കമ്മ. തങ്കമ്മ. പിന്നെ മിനി. മീൻ. ഏത് മിനി? എന്താ ചിരിക്കണത്? എന്നോട് ഇവിടെ പഠിച്ച അത് തന്നെ നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അവക്ക്. ചുമ്മാ പോൾ, ഇതൊക്കെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. അവക്ക് എന്നോട് ഇഷ്ടമുണ്ടായാലും എനിക്കൂടെ അങ്ങോട്ട് തോന്നണ്ടേ? എനിക്ക് തോന്നിയത് വേറെ ആയിപ്പോയില്ലേ. അപ്പൊ മിനി. മിനി പിന്നെ ജമന്തിയുടെയും അമ്മയുടെ പേരിലോ? ജമന്തി കുമന്തി ഒന്നും വേണ്ട, ജമന്തി. നീ അത് പറഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, കനകന്റെ ഓഫീസിലെ പെണ്ണുങ്ങളെ ചേർക്കാം. കനകന്റെ ഓഫീസിൽ എത്ര പെണ്ണുങ്ങൾ? 4 പേരുണ്ട്. 4 ചേരുവോ? അതൊക്കെ ചേർക്കാം. എന്നാ കനകന്റെ ഓഫീസിലെ 4. അപ്പോ 4 പേരും കൂടെ ആയപ്പോ 1, 2, 3, 10, 20, 24 പേരായി. ഇനി ഒരാളും കൂടെ അമ്മേനെ കൂടെ ചേർക്കാം. അമ്മയും കൂടെ ആവുമ്പോ 25 പേര്. അമ്മയുടെ അടുത്ത് നീ ചുറ്റിയിൽ ചേരാൻ കാര്യം പറഞ്ഞോ? തുടങ്ങണ കാര്യം പറഞ്ഞല്ലേ? ചേർന്ന കാര്യം പറഞ്ഞിട്ടില്ല. നീ അമ്മയെ കൊണ്ടൊരു ചുറ്റി ചേർന്ന് സംസാരിക്കും. പോ. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് കിട്ടിയാലും അമ്മ കിട്ടുന്ന 50,000 രൂപ. അല്ല തങ്കം, ഞാൻ ആലോചിക്കേ, എന്താ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തെ? എല്ലാത്തിനും ഓരോ സമയമുണ്ട് ക്ലീറ്റോ. എന്നല്ലേ? ഒന്നുമില്ല തങ്കം, ഈ 50,000 രൂപയൊക്കെ കയ്യിൽ കിട്ടിട്ട് കുറെ നാളായില്ലേ. അപ്പൊ അത് എന്നെ ഇപ്പൊ എന്തോ ഒരു ഇത് നമുക്ക് മാത്രമുള്ളതാ. എന്താടി ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ക്ലീറ്റോ. ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്നതാ, പിന്നെ എന്തോ. അതെ, ഇതൊക്കെ ഇതിവിടെ ഇരിക്കട്ടെ. പക്ഷെ അടുത്ത കുറിയുടെ സമയമായിട്ടുണ്ട്. ഉടനെ പോയി പിരിച്ചു തുടങ്ങണം പൈസ തരാത്തവരുടെ. ഇതൊക്കെ ഞാനിപ്പോ നാളെ മറ്റന്നാളോ ആയിട്ട് പിരിച്ചോളാം. പിന്നെ ഈ കുറി പിരിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊടുക്കണവരോട് പറയണം നമ്മൾ 20 ദിവസം കഴിഞ്ഞേ കൊടുക്കുള്ളൂ. അതെങ്ങനെ ശരിയാവും? നമ്മൾ പിറ്റേ ദിവസം തന്നെ കൊടുക്കാന്നല്ലേ തീരുമാനിച്ചത്. ആര് തീരുമാനിച്ച്? എടി, ഒരു ചിട്ടിക്കാരും നടത്തിപ്പുകാരും അങ്ങനെ ഉടനെ അടുത്ത ദിവസം ഒന്നും കൊടുക്കാറില്ല. ചിട്ടി വീണ് ഈ ഇത്ര 25 ആൾക്കാരെ ഒന്നും പിരിക്കണ്ടേ? അത് പിരിച്ചെടുക്കാൻ ഒരു സമയമുണ്ട്, 15-20 ദിവസം എടുക്കും. ക്ലീറ്റോ, എന്തിനാ അത് വെറുതെ? ആദ്യം അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെൻഷൻ അങ്ങ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തങ്കൂസേ, ഈ 20 ദിവസം ഈ 50,000 രൂപ നമ്മുടെ കൈ കിടന്ന് ഇങ്ങനെ നമ്മൾ പല പല പരിപാടിയിലൂടെ പെറ്റ് പെരുകും. എന്റെ രേഷ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ അവൾ അച്ഛനെ പോലെ ഡാഡിയുടെ പേഴ്സ് നിറച്ച് പൈസ ആയിരിക്കണം, വലിയ നല്ല വില കൂടിയ പേന, പിന്നെ കട്ടിലിൻ്റെ അടിയിൽ നിരത്തി പൈസ വയ്ക്കണം, പിന്നെ ഷോപ്പിങ്ങിന് വേണം, പിസ്സ, ബർഗർ, കേക്ക് ഒക്കെ കഴിച്ച് അടിച്ച് പൊളിക്കണം കേട്ടോ. ഓക്കെ. എനിക്കൊരു സംശയം, നീ എവിടെ പട്ടിണിക്കിട്ടാണോ വളർത്തുന്നത്? ഏത് നിമിഷവും തീറ്റക്കാര്യം അല്ലാതെ വേറെ ഒന്നും പറയാറില്ല. ഇപ്പൊ തിന്ന് ഇങ്ങനെ ഗുണ്ടൂസ് പോലെ ആയി. ഒയ്യോ, പറയുന്ന ആളിനെ മെളിഞ്ഞ് ഇത്ര അങ്ങ് ഇരിക്കുകയല്ലേ. എന്തോന്നാടി ഇത്? മിണ്ടായിരുന്നെങ്കിൽ ഞാൻ വലുതാകുമ്പോ വല്ല അവള് വല്ല വൃദ്ധസാധനത്തിലും കൊണ്ടുവന്ന് വിട്ടാ നിങ്ങളെ. അങ്ങനെ ചെയ്യുമെങ്കിൽ എന്നെ നോക്കണ വേറൊരു പെണ്ണെ ഞാൻ കല്യാണം കഴിക്കും.